യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നതിന് ജസ്റ്റിസ് വി ഷർസിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ജി ശശിധരൻ, ബഹുമാനപ്പെട്ട ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സുദിനമാണ്. പബ്ലിക് സർവൻസിൻ്റെ ഇടയിലുള്ള അഴിമതിയും കൊടുകാര്യസ്ഥതയും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ഫലപ്രദമായി അതിനെ തടയുന്നതിനുമാണ് 1999 ലോകായുക്ത. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ആദരണീയനായ കേരള സ്റ്റേറ്റ് പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ ജസ്റ്റിസ് ജി ശശിധരൻ, എൻ്റെ സഹജഡ്ജിമാരും സഹപ്രവർത്തകരുമായ ജസ്റ്റിസ് അശോക് മേനോൻ, ജസ്റ്റിസ് വി ഷർസി, ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണിയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സീനിയർ അഡ്വക്കേറ്റുമായ ശ്രീ ടി എ ഷാജി, തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റ് ശ്രീ എസ് കെ പ്രമോദ്, ചീഫ് സെക്രട്ടറി ശ്രീ ജയതിലക്, വേദിയിലും സദസ്സിലുമുള്ള അഭിവന്ദ്യരെ, പ്രിയപ്പെട്ടവരെ, ഭരണരംഗത്ത് ജനാധിപത്യ ഭരണത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് 1966 പരേതനായ ശ്രീ മൊറാർജി ദേശായി അധ്യക്ഷനായിട്ടുള്ള സമിതി ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശയനുസരിച്ചുള്ള ലോകായുക്ത ലോക്പാൽ നിയമം കേരളത്തിൽ പ്രാവർത്തികമാകുന്നത് 1983 പൊതുപ്രവർത്തകരുടെ അഴിമതി തടയൽ നിരോധന നിയമം 1983 നടപ്പിലാക്കി. അതിനെ തുടർന്ന് 1999 കേരള ലോകായുക്ത നിയമം 1998 നവംബർ 15 മുതൽ മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കി. ലോകായുക്ത നിയമം നടപ്പിൽ വന്നതിന് ശേഷം 25 വർഷം പിന്നിട്ടു. കേരള ലോകായുക്തയുടെ തിരുവനന്തപുരം വെച്ച് കഴിഞ്ഞ വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുകയുണ്ടായി. സിൽവർ ജൂബിലി സെലിബ്രേഷനോടൊപ്പം ഞങ്ങളൊരു ഹെൽപ്പ് ഡെസ്ക് ഏർപ്പെടുത്തി. പൊതുജനങ്ങൾക്ക് സുതാര്യമായി വരുന്നതിനും അവരുടെ കാര്യങ്ങൾ, അവരുടെ സങ്കടം പരിഹരിക്കുന്നതിനുമുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക്, അവരുമായിട്ട് ആക്സസ് വരുന്നതിന് വേണ്ടിയുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ഏർപ്പെടുത്തി. ഇതേ ഹെൽപ്പ് ഡെസ്കുകൾ ക്യാമ്പ് സിറ്റിംഗ് ആയിട്ടുള്ള കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരും കോട്ടയത്തും ഏർപ്പാട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ, ജനങ്ങൾക്ക് ലോകായുക്ത നിയമം എന്താണ്, ലോകായുക്ത നിയമം എങ്ങനെ നടപ്പിലാക്കും, ലോകായുക്തയിൽ എങ്ങനെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യും, ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു. ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യണം, കംപ്ലയിൻറ്റിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലില്ല.
എന്താണ് അതിൻ്റെ ഫോർമാറ്റ്, എങ്ങനെയാണ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യത്തിലാണ് ഫയൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നു. ഈ സംശയ നിവാരണത്തിന് വേണ്ടിയുള്ള ഒരു നിവാരണം എന്നുള്ള നിലയിൽ ഞങ്ങൾ 25 വർഷമായിട്ട് ഒരു സർക്കാർ പ്രസിദ്ധീകരണം ലോകായുക്തയ്ക്കില്ല. ലോകായുക്തയുടെ ഒരു പ്രസിദ്ധീകരണം വേണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെട്ടപ്പോൾ പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഏറ്റെടുക്കുകയും അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചുമതലയിലുള്ള വകുപ്പാണ്, അത് ഏറ്റെടുക്കുകയും അത് സർക്കാർ ചെലവിൽ ജനങ്ങളിൽ ലോകായുക്തയുടെ പ്രാധാന്യം എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റെടുക്കുകയും അതിൻ്റെ ഒരു പ്രസിദ്ധീകരണം നടത്തുവാൻ സമ്മതിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ തുടങ്ങിയത്. ഇത്തരുണത്തിൽ ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുവാൻ സഹായിച്ച ഞങ്ങളുടെ തന്നെ സ്റ്റാഫായ ഡെപ്യൂട്ടി രജിസ്ട്രാർ സക്കറിയ മാത്യു, കോട്ട ഓഫീസർമാരായിട്ടുള്ള രാജേഷ് ഡേവിഡ് എന്നിവരെ ഈ തരുണത്തിൽ ഞാൻ സ്മരിക്കുന്നു. അതുപോലെ പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ ബുക്ക് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് ലോകായുക്ത നിയമത്തെ പരിചയപ്പെടുത്തുന്നതിനും വളരെ ചെറിയ ഒരു എക്സ്പെൻസിൽ ഈ ബുക്ക് ലോകായുക്ത നിയമത്തിൻ്റെ പ്രാധാന്യവും ഭരണത്തിൽ സുതാര്യത വരുത്തി ഭരണത്തിൻ്റെ കാര്യക്ഷമത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു സന്ദേശമായി ഈ ബുക്ക് മാറണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ ഇതൊരു ചടങ്ങ് എന്നുള്ളതിലുപരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് നമ്മുടെ മുൻ ഉപലോകായുക്തയിൽ വളരെ ശക്തമായി നമ്മുടെ ഒരു മുൻഗാമിയായിട്ടുള്ള ജസ്റ്റിസ് ജി ശശിധരൻ അത് സ്വീകരിക്കുകയും ചെയ്താൽ ജനങ്ങളിൽ ശരിയായൊരു സന്ദേശം, അതായത് ലോകായുക്തയുടെ പ്രസക്തി, ഞങ്ങൾക്ക് ധാരാളം കംപ്ലയിൻറ്റുകൾ ഹെൽപ്പ് ഡെസ്കുകളിലൂടെ ധാരാളം കംപ്ലയിൻറ്റുകൾ വരികയാണ്. എല്ലാ വരുന്ന കംപ്ലയിൻറ്റുകൾ 2 തരത്തിലുള്ളതാണ്. ഒന്ന് പരാതി, ഗ്രീവൻസ്, 95% ഗ്രീവൻസാണ്. സീരിയസ് ആയിട്ടുള്ള കുറ്റാരോപണം, അലിഗേഷൻസ് ഉള്ളത് 5% മാത്രമേ ഉള്ളൂ. ഈ 95% കേസസും ഞങ്ങൾ 3 മാസത്തിനകം തന്നെ കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രസൻസിൽ തന്നെ ആൾക്കാർ സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്നതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിന് ജനനായകൻ തന്നെ അത് വന്ന് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കിനൊടിയിലും ഇപ്പോൾ വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്നും വന്നിട്ടും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ചടങ്ങിൽ പങ്കെടുത്ത് അത് വിജയിപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ ചടങ്ങിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദരണീയരായ ജസ്റ്റിസുമാരടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, ഒരു പൊതുജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമായ ഒരു കാര്യത്തിനാണ് നാം എല്ലാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ലോകായുക്തയുടെ ഇടപെടലിൻ്റെ ഭാഗമായി കേരള ലോകായുക്ത ആക്ട് ആൻഡ് റൂൾസ് എന്ന ഒരു പുസ്തകം, അത് ജനങ്ങൾക്കാകെ ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരുടെയും അനുമതിയോടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ പരാതികൾ വിവിധ ഘട്ടങ്ങളിലായി ലോകായുക്തയിൽ ലഭിക്കുന്നുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ലോകായുക്തയെ എങ്ങനെ സമീപിക്കണം,
എന്താണതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന കാര്യങ്ങൾ പൂർണ്ണമായി അറിയാവുന്നതല്ല. അതിന് സഹായകമാകും ഈ പുസ്തകമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ജനങ്ങൾക്കാകെ ലോകായുക്തയെ എങ്ങനെ സമീപിക്കാം, അതേപോലെ തന്നെ ജനങ്ങൾ ഏറ്റവുമധികം ബന്ധപ്പെടുന്ന വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ലോകായുക്തയുടെ മുന്നിൽ പരാതിയായി ഉന്നയിക്കേണ്ടതുണ്ടാകാം. ആ കാര്യങ്ങളിൽ കൂടുതൽ വെളിച്ചം പകരുന്നതുകൂടിയാണ് ഈ പുസ്തകം. ഇത് അങ്ങേയറ്റം മാതൃകാപരമായ ഇടപെടലാണ്. ലോകായുക്തയുടെ തന്നെ ഭാവി പ്രവർത്തനത്തിന് വലിയ തോതിൽ സഹായിക്കുന്ന ഒന്നാകും. ഇവിടെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധർ തന്നെ കൂടുതലായി സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. അശോക് മേനോനെ ക്ഷണിക്കുന്നു, സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇത് പുതിയൊരു ആക്റ്റല്ല, 1999 ഇറങ്ങിയിട്ടുള്ളൊരു ആക്റ്റാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഇത് കേരള സർക്കാർ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കോർട്ട് ഫീസൊന്നും കൂടാതെ തന്നെ ജനങ്ങൾക്ക് നേരിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ളൊരു സംവിധാനമാണത്. അത് എത്രയും പെട്ടെന്ന് അത് തീർപ്പ് കൽപ്പിക്കാനും ഇവിടുത്തെ ലോകായുക്തയ്ക്ക് സാധിക്കും. അപ്പോൾ അതിന് ഫോർമാറ്റ്സ് എങ്ങനെ, അത് മലയാളത്തിലും ഫയൽ ചെയ്യാവുന്ന കംപ്ലയിൻസൊക്കെ മലയാളത്തിലും ഫയൽ ചെയ്യാം. കാരണം ഹൈക്കോർട്ടിലൊക്കെ ഇംഗ്ലീഷ് നിർബന്ധമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അനുസരിച്ച് ഇംഗ്ലീഷിൽ തന്നെ റിറ്റും അപ്പീൽസും പെറ്റീഷൻസ് എല്ലാം ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ ലോകായുക്തയിൽ അങ്ങനെ ഇല്ല. ലോകായുക്തയിൽ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ നമുക്ക് ഈ പരാതി കൊടുക്കാം, ഏതൊരു വ്യക്തിക്കും കൊടുക്കാവുന്ന വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു ഫോമാണ്. ആ ഫോർമാറ്റ് ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. കൂടാതെ ഈ റൂൾസും അതിൽ ചില ജിയോസ് അതൊക്കെ മലയാളത്തിലും അത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മലയാള പരിഭാഷ അടുത്ത് തന്നെ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ സൗകര്യം ഉണ്ടാകും. ഇംഗ്ലീഷിലാണ് ഈ ഒറിജിനൽ ആക്ട് 1999 പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഈ സ്റ്റാറ്റ്യൂട്ടുള്ളത്. കൂടാതെ ഇതിൽ ഈ ലോകായുക്തയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസ് ലോസ് ഏതൊക്കെയാണ് അതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ കേസ് ലോസ് വക്കീൽമാർ മാത്രമേ അത് നോക്കാറുള്ളൂ. എങ്കിൽ പൊതുജനങ്ങൾക്ക് പോലും ഏതൊക്കെയാണ് കേസുകൾ, ഹൈക്കോടതിയുടെ പ്രസിഡൻസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അതെല്ലാം ഈ ഒരു പുസ്തകം നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. ഈ ലോകായുക്തയുടെ പ്രാധാന്യം എന്താണെന്നുണ്ടെങ്കിൽ, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഏതൊരു ഗവൺമെൻറ്റും അല്ലെങ്കിൽ പബ്ലിക് സർവൻറ്റ് ജനങ്ങൾക്ക് സമാധാനം പറയണം. ആൻസറബിൾ ടു ദ പീപ്പിൾ, പബ്ലിക് ആണ്. അപ്പോൾ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കില്ല. അവരുടേതായ നിഷ്കർഷ ഉണ്ട്, അവരുടെ ഓരോരുത്തർക്കും ജോലി കൊടുത്തിട്ടുണ്ടെന്നത്. അപ്പോൾ അതിൽ നിന്നും മാറിയിട്ട് വേറൊരു രീതിയിൽ കറപ്ഷൻ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം അല്ലെങ്കിൽ ഡിലേ, സിറ്റിംഗ് ഓവർ ഫയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെതിരെ കംപ്ലയിൻ്റ് കൊടുക്കാനുള്ളൊരു സംവിധാനമാണ് ലോകായുക്ത. അപ്പോൾ പഴയ കാലത്ത്, രാജ്യഭരണകാലത്ത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ദ പ്രിൻസിപ്പിൾ വാസ് കിങ് ക്യാൻ ഡു നോ റോങ് എന്നായിരുന്നു. എന്നാൽ ഡെമോക്രാറ്റിക് സിസ്റ്റം വന്ന ശേഷം ആണ് ഈ ഡെമോക്രസിയുടെ നിർവചനം ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളത്.
അബ്രഹാം ലിങ്കനാണ്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടേതായിട്ടുള്ളൊരു സർക്കാർ, അതാണ് ഡെമോക്രസി. അപ്പോൾ ആ ഡെമോക്രസിയിൽ വരുമ്പോൾ എവരി പബ്ലിക് സർവൻറ്റ് ഈസ് ആൻസറബിൾ, എവരി മിനിസ്റ്റർ ഈസ് ആൻസറബിൾ ടു ദ പബ്ലിക് ആസ് ടു വാട്ട് ദേ ആർ ഡൂയിങ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പബ്ലിക് സർവീസിൽ കയറി പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. യു കനോട്ട് ഡു അക്കോർഡിംഗ് ടു യുവർ ചോയ്സ്, ബട്ട് യു ആർ ആൻസറബിൾ ടു ദ പബ്ലിക്. അക്കൗണ്ടബിലിറ്റി വേണം. ഓരോരുത്തർക്കും അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആ അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിലാണ് തോന്നിയ മാതിരി പ്രവർത്തിക്കുക. അതുകൊണ്ട് ഓരോരുത്തരെയും അക്കൗണ്ടബിളാക്കിയിട്ട് ഒരു സംവിധാനമാണ് ഈ ലോകായുക്ത, ലോക്പാൽ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് അത് 1999 വന്ന, അതിനു മുമ്പേ ലോകായുക്ത, ശ്രീ ലോകായുക്ത പറഞ്ഞ മാതിരി ഇതിന് മുമ്പ് വേറൊരു പബ്ലിക് മെൻസ് കറപ്ഷൻ ആക്ട് വന്നിരുന്നു. അതിനുശേഷമാണ് അത് വന്നത്. പിന്നെ ഏറ്റവും ആദ്യം ഈ ലോകായുക്തകൾ ലോകായുക്ത എന്ന് പറഞ്ഞ സ്റ്റേറ്റ്സിൽ സ്ഥാപിക്കുന്നതാണ്. ലോക്പാൽ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റിൽ സ്ഥാപിക്കുന്നതാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം വീക്ഷിക്കുന്നതാണ്. അപ്പോൾ അതൊരു ഇറ്റ്സ് എ വാച്ച് ഡോഗ് ആണ് ശരിക്കും. ഇതിൻ്റെ ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യത്താണ് 1800. അന്ന് അവിടെയൊക്കെ ഡെമോക്രസി ഉണ്ട്. അതുകൊണ്ട് 1800 തന്നെ സ്വീഡനിൽ ഓംബുഡ്സ്മാൻ വന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓംബുഡ്സ്മാൻ വന്നു. അതിനുശേഷമാണ് നമ്മുടെ രാജ്യം ഇൻഡിപെൻഡൻ്റ് ആയത് 1947. അതിനുശേഷം മാത്രമേ ഡെമോക്രസി ഫുൾ ഫോഴ്സിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. 47 ശേഷവും ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വന്ന ശേഷമാണ് ഇപ്പോൾ ഈ ലോക്പാലും ലോകായുക്തയും ഒക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റ്സിലും ലോകായുക്തകളുണ്ട്, സെൻട്രൽ ലോക്പാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളെ സമീപിച്ച് അവരുടേതായിട്ടുള്ള കംപ്ലയിൻസ്, ഗ്രീവൻസസ് റിഡ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ലോകായുക്ത. അതിന് യാതൊരു ചിലവുമില്ല. വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു ഫോമിലാണ് ഈ ആക്ട് വന്നിട്ടുള്ളത്. ഈ ആക്ട് കൊണ്ട് എല്ലാവർക്കും നല്ല ഉപകാരം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേറെ എവിടെയും നോക്കേണ്ട കാര്യമില്ല. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും, എല്ലാ ആക്ട്സും റൂൾസും സർക്കുലേഴ്സും എല്ലാം ഇതിലുണ്ട്. ഫോർമാറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഒരു വ്യക്തിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നോക്കിയിട്ട് ഒരു പരാതി കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഈ ലോകായുക്തയെ സമീപിക്കേണ്ടത് എന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ലോകായുക്ത ആക്ട് പഴയതാണ്, പക്ഷേ അത് നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് ഒരു പുതിയ രീതിയിൽ ആക്കിയിരിക്കുകയാണ്. ഈ പബ്ലിക്കിൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അവർക്ക് ഉപകാരപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അനീതിക്കും അഴിമതിക്കും എതിരെ എക്കാലത്തും ശക്തമായ നിലപാടെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് ഒരു അവസരമുണ്ടാക്കി തന്ന എല്ലാവരോടും ഉള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നതിനും ഒരു കാരണമുണ്ടാകും, അതുപോലെ തന്നെ ഒരു ഉദ്ദേശവും ഉണ്ടാകും. 1998 നിലവിലുണ്ടായിരുന്ന സംവിധാനം അഴിമതിയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല എന്നും കൂടുതൽ ശക്തമായ ഒരു അഴിമതി നിരോധനത്തിനുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിൽ വരേണ്ടത് ആവശ്യം ആണ് എന്നും ഗവൺമെൻറ് തീരുമാനിച്ചതാണ് ലോകായുക്ത നിയമം നിർമ്മിക്കുവാൻ ഉണ്ടായ കാരണം. ലോകായുക്ത നിയമം ഉണ്ടാക്കാൻ ഉള്ള ഉദ്ദേശത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ സമൂഹത്തിൽ പബ്ലിക് സർവീസ്
ഇടയിൽ ഉള്ള അഴിമതി, നെപ്പോട്ടിസം, ഫേവറിറ്റിസം മുതലായവ നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. ലോകായുക്ത നിയമം കൊണ്ടുദ്ദേശിക്കുന്ന കാര്യം സഫലമാകണമെങ്കിൽ അതിനെപ്പറ്റി, നിയമത്തെപ്പറ്റി ഉള്ള ഒരു അറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. സാധാരണ ജനങ്ങൾക്കുണ്ടാകണം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ലോകായുക്തയിൽ ഹാജരാകുന്ന അഭിഭാഷകർക്കുണ്ടാകണം. അതിനു പുറമെ ലോകായുക്ത ആക്ടിനകത്ത് പബ്ലിക് സെർവൻറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന അതിനകത്ത് വരുന്ന എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പബ്ലിക് സർവൻസിന് അതിനെപ്പറ്റി അറിവുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഈ നിയമം കൊണ്ട് എന്താണ് അവർ ചെയ്യാൻ പാടില്ലാത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഈ പുസ്തകം തീർച്ചയായും ഉപകാരപ്പെടും. ഈ പുസ്തകത്തിൽ പൊതുജനങ്ങൾക്ക് എന്താണ് പരിഹാരം ലോകായുക്തയിൽ നിന്ന് ലഭിക്കുക, അവരെങ്ങനെയാണ് ലോകായുക്തയെ സമീപിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലോകായുക്ത ആക്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ലോകായുക്ത ആക്ടിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ചട്ടങ്ങളുണ്ട്, ഗവൺമെൻറ് ഉത്തരവുകളുണ്ട്. അതിനു പുറമെ കോടതി വിധികളുമുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വരെ ലോകായുക്ത നിയമത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ പല സ്ഥലങ്ങളിൽ തിരയേണ്ടതുണ്ടായിരുന്നു. ലോകായുക്ത ആക്ട് ഒരു സ്ഥലത്തു നിന്ന് കിട്ടുക, അതിനുള്ള ചട്ടങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് പല സ്ഥലങ്ങളായി. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടി എല്ലാം ഒരു സ്ഥലത്ത് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യമുണ്ടായിട്ടുണ്ട്. അത് സാധാരണക്കാർക്കും പ്രത്യേകിച്ച് ലോകായുക്തയിൽ സാധാരണക്കാർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർക്കും വളരെ പ്രയോജനപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 21 പറയുന്ന ജീവിക്കാനുള്ള അവകാശം എന്താണെന്ന് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. ജീവിക്കാനുള്ള അവകാശം, ആർട്ടിക്കിൾ 21 വിഭാവന ചെയ്യുന്ന ജീവിക്കാനുള്ള അവകാശം വെറും കഷ്ടപ്പാടുകളിൽ കൂടി ജീവിക്കുന്ന ഒരു ജീവിതമല്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 21 വിഭാവനം ചെയ്യുന്ന ജീവിക്കാനുള്ള അവകാശം മൃഗങ്ങളുടെ ജീവിതത്തിന് തുല്യമായ ജീവിതമല്ല, ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കുക എന്നതാണ് ആർട്ടിക്കിൾ 21 പറയുന്ന റൈറ്റ് ടു ലൈഫ്. നമ്മുടെ സമൂഹത്തിൽ കറപ്ഷൻ, നെപ്പോട്ടിസം, ഫേവറിറ്റിസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ഞാൻ ഇപ്പോൾ പറഞ്ഞ ആർട്ടിക്കിൾ 21 വിഭാവനം ചെയ്യുന്ന ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയാൻ കഴിയില്ല. കറപ്ഷന് വിധേയമാകുന്ന ഒരാൾ, അതായത് കറപ്ഷന് വേണ്ടി കറപ്റ്റായിട്ടുള്ള ഒരാളിനെ പ്രീതിപ്പെടുത്തുന്ന ഒരാൾ ശരിക്കും വളരെ നാണക്കേട് കൂടിയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്നതെന്ന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കറപ്ഷൻ, നെപ്പോട്ടിസം, ഫേവറിറ്റിസം മുതലായവ ഈ സമൂഹത്തിൽ നിന്നും മാറിക്കിട്ടുകയാണെങ്കിൽ മനുഷ്യന്
ആർട്ടിക്കിൾ 21 വിഭാവനം ചെയ്യുന്ന സുപ്രീം കോടതി പറഞ്ഞ ഡിഗ്നിറ്റി ഓഫ് ലൈഫ് ഓടുകൂടിയുള്ള ജീവിതം നയിക്കാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. ഞാനിത് പറയുന്നതിൻ്റെ കാരണം അത് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ലോകായുക്ത എന്നുള്ളതുകൊണ്ട്. ലോകായുക്ത ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയത് തന്നെ, അതിൻ്റെ നിയമമുണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ സമൂഹത്തിൽ നിന്നും കറപ്ഷൻ, നെപ്പോട്ടിസം, ഫേവറിറ്റിസം ഇവ നിർമ്മാർജ്ജനം ചെയ്യാനാണ്. വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലോകായുക്തയ്ക്ക് അത് തീർച്ചയായും ചെയ്യാൻ കഴിയും. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ ലോകായുക്ത അങ്ങനെ പ്രവർത്തിച്ച് ഈ സമൂഹത്തിൽ പൊതുജനങ്ങൾക്ക് മാന്യതയോടുകൂടി, അതായത് ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ പുസ്തകം എല്ലാവരും പ്രയോജനപ്പെടുത്തണം. അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ ഇത് റിവൈസ് ചെയ്യണം എന്നും ഉള്ളൊരു അഭ്യർത്ഥനത്തോടു കൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്ത ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, പുസ്തകം ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശശിധരൻ, യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ലോകായുക്ത ജസ്റ്റിസ് അനിൽകുമാർ, ജസ്റ്റിസ് അശോക് മേനൻ, ജസ്റ്റിസ് ഷഡ്സി, ശ്രീ പള്ളിച്ചൽ പ്രമോദ്, അതുപോലെ ലോകായുക്തയുടെ രജിസ്ട്രാർ ശ്രീ ബൈജു, മുന്നിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു പ്രമുഖരെ, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നതിൽ എല്ലാവരും മിക്കവാറും പേര് തന്നെ എനിക്ക് വളരെ പരിചയമുള്ള ആളുകളാണ്, വളരെ ബഹുമാനമുള്ള ആളുകളാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ പ്രൗഢമായ ഈ ഒരു ചടങ്ങ് സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ അകത്ത് നിൽക്കുന്ന പ്രൗഢമായൊരു കെട്ടിടത്തിൽ വെച്ച് ഒരു പ്രൗഢമായ സദസ്സിന് മുന്നിൽ സർക്കാർ ഏറ്റെടുത്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചൊരു ജനങ്ങൾക്കായി ഏറ്റെടുത്ത് നടപ്പാക്കിയൊരു ചടങ്ങ് എന്നുള്ള നിലയിൽ അത് തന്നെ സർക്കാർ ഒരു മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. കാരണം ഈ ഭരണം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അടക്കം വരുന്ന, സർക്കാർ ഉദ്യോഗസ്ഥരടക്കം വരുന്ന വലിയ ഭരണ സംവിധാനമാണ്. ഇതിൽ പൊതുജനങ്ങൾക്ക് ഈ സംവിധാനത്തെ ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല, അത് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു അവസരമായി, ഒരു മെസ്സേജായിട്ടാണ് ഗവൺമെൻറ് ഈ കാര്യത്തെ കണ്ടത്. സർക്കാർ തന്നെ ഇത്തരം ഒരു ഗ്രന്ഥത്തെ ഞങ്ങളെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കൂ എന്നൊരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുന്ന തരത്തിൽ ഇത്ര പ്രൗഢമായൊരു പരിപാടി സംഘടിപ്പിക്കുകയും അത് ലോകായുക്തയുടെയും സർക്കാരിൻ്റെയും കൂടെ സഹായത്തോടെ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തോടെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് തന്നെ പൊതുജനങ്ങൾക്കൊരു മെസ്സേജാണ്. ഇപ്പം നേരത്തെ ലോകായുക്ത ജസ്റ്റിസ് പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ലോകായുക്തയിൽ വരുന്ന കേസുകളിൽ 5% മാത്രമേ ആരോപണം എന്നുള്ള ആരോപണത്തിൻ്റെ പെർവ്യൂവിൽ വരുന്നുള്ളൂ. അതുതന്നെ പല ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ, സാമൂഹ്യ വികസന സൂചികകളിലും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നൊരു സംസ്ഥാനം എന്ന് പറയുന്ന നമ്മൾ ഈ അഴിമതിയുടെ കാര്യത്തിൽ വളരെ പിന്നോക്കമാണ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനമായിട്ടൊരു കാര്യമാണ്. സർക്കാർ തന്നെ ഇത്തരം കാര്യത്തിന് മുൻകൈ എടുത്തു വന്നത് തന്നെ നമുക്ക് പ്രചോദനം നൽകുന്നൊരു സംഗതിയാണ്. ഇതിൻ്റെ എല്ലാ വശങ്ങളും ജനങ്ങൾ മനസ്സിലാക്കണമെന്നും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി അത് മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്നും ജനങ്ങൾക്കത് ഉപകാരപ്പെടണമെന്നും ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിക്കുന്നു. നമസ്കാരം. ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങ് പുസ്തക പ്രകാശനം നമ്മുടെ ലോകായുക്ത ആക്റ്റും റൂളും പ്രകാശനം നടത്തി കടന്നുപോയ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்கள், ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന കേരളത്തിലെ അഴിമതി നിരോധന സംവിധാനത്തിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുവാൻ കഴിയുന്ന ലോകായുക്ത ആയിട്ടുള്ള ശ്രീ അനിൽകുമാർ സർ, അതുപോലെ പുസ്തകം ഏറ്റുവാങ്ങിയ മുൻ ലോകായുക്തയും കൂടിയായിരുന്ന ശ്രീ ശശി സാർ, അതുപോലെ ഇപ്പോൾ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് സംസാരിച്ച ശ്രീ അശോക് മേനൻ സാർ, സ്വാഗതം ആശംസിച്ച
ഷർസി മാം, ലോകായുക്ത രജിസ്ട്രാറായിട്ടുള്ള ശ്രീ ബൈജു സാർ, അതുപോലെ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനായി പ്രവർത്തിക്കുന്ന ശ്രീ ഷാജി സാർ, എൻ്റെ മുന്നിലുള്ള പ്രിയമുള്ള അഭിഭാഷക സുഹൃത്തുക്കളെ, സീനിയർ അഭിഭാഷകരെ, സഹോദരി സഹോദരന്മാരെ, ഷാജി സാർ സൂചിപ്പിച്ചതുപോലെ വേറിട്ടൊരനുഭവവും വേറിട്ടൊരു ദിനവുമാണിന്ന്. പാസാക്കിയ നിയമം ജനങ്ങളിലേക്ക് കൂടുതൽ സുതാര്യമാക്കുന്നതിനും ജനങ്ങൾക്കതിൻ്റെ പ്രായോഗികതയിൽ എത്തിക്കുന്നതിനും വേണ്ടി ഗവൺമെൻറ് തന്നെ നേരിട്ട് വന്ന് അതിൻ്റെ ആക്റ്റും റൂളുമെല്ലാം പ്രകാശിപ്പിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ചടങ്ങാണ് ഇപ്പോൾ കടന്നുപോയത്. അതിനേറെ പ്രാധാന്യം നൽകുന്നത് നിയമപ്രകാരം നടപ്പാക്കുവാൻ, അല്ലെങ്കിൽ ആ നിയമം നടപ്പാക്കുവാൻ ബാധ്യതപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി തന്നെ അതിൻ്റെ മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ് മറ്റൊരു തിളക്കമാർന്ന സന്ദർഭം. ആ അർത്ഥത്തിൽ ഇതൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. ആ മാതൃകാപരമായ പ്രവർത്തനം അഴിമതി രഹിതമായിട്ടുള്ളൊരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന്, അഴിമതി ഉണ്ടായി എന്ന് ആർക്കെങ്കിലും മനസ്സിൽ സംശയം തോന്നിയാൽ ഒരു പരാതി കൊടുക്കുവാൻ കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ആരംഭം. അപ്പോൾ അത് ലളിതമാവണം. അത് ലളിതമാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അഭിഭാഷകരില്ലാതെ തന്നെ വേണമെങ്കിൽ പരാതി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അത്ര കണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വളരെ ഒരു ഫിംഗർ ടിപ്പ് പോലെ വെച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പരാതികളുടെ പകർപ്പുകൾ അല്ലെങ്കിൽ പരാതികളുടെ മോഡലുകൾ, ആവശ്യമായിട്ടുള്ള ഫോം, അതെല്ലാം അതിനകത്ത് അനക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ അഴിമതിരഹിത ഭരണം ഉണ്ടാവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അഴിമതിരഹിത ഭരണം ഉണ്ടാകുന്നതിന് ഇത്തരത്തിലുള്ള അഴിമതി ഉണ്ടായി എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടായാൽ അതിനെതിരായി പരാതിപ്പെടുവാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഊർജ്ജത്തോടു കൂടിയും ഏതാണ്ട് കണ്ണിമ വെട്ടാതെ സൂക്ഷിക്കുന്ന വിധത്തിൽ, കാത്തിരിക്കുന്ന വിധത്തിൽ മുമ്പോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാൻ അതിനെ പരിശോധിക്കാൻ കഴിയണം. അഴിമതിയെ സംബന്ധിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടായാൽ അത് മറ്റൊരു സംവിധാനം പരിശോധിക്കുക തന്നെ വേണം. ആ അർത്ഥത്തിൽ ഈ പ്രവർത്തനം ഏറ്റവും സുദീർഘമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളുമായി നമുക്ക് മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കും മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട് ജനാധിപത്യത്തിന് കൂടുതൽ ശക്തി പകരും. അഴിമതിയില്ലാത്ത ഒരു സംവിധാനമാണ് എപ്പോഴും ജനാധിപത്യത്തിന് കൂടുതൽ ശക്തി പകരുന്നത്. ആ അർത്ഥത്തിൽ ഈ സംവിധാനത്തിന് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ്റെയും അഭിഭാഷകരുടെയും എല്ലാമുള്ള സജീവമായ പിന്തുണയും പ്രവർത്തനങ്ങളും ഉണ്ടാകും. ഈ ഇന്നത്തെ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ബഹുമാനമുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, ആദരണീയനായ അധ്യക്ഷൻ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ സർ, ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ചെയർമാനും മുൻ ഉപലോകായുക്തയുമായ ജസ്റ്റിസ് ജി ശശിധരൻ സർ, ആദരണീയയായ ഉപലോകായുക്ത ജസ്റ്റിസ് ഷർസി മാഡം, ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ സർ, സ്പെഷ്യൽ അറ്റോർണിയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായ ശ്രീ ടി എ ഷാജി, ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പള്ളിച്ചൽ പ്രമോദ്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ചീഫ് സെക്രട്ടറി ശ്രീ ജയതിലക് IAS, ബഹുമാനപ്പെട്ട ഇൻഫർമേഷൻ കമ്മീഷണർ ശ്രീ ഹരി നായർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രജിസ്ട്രാർ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി മെമ്പറും കാപ്പ അഡ്വൈസറി ബോർഡ് മെമ്പറുമായിരുന്ന മുൻ ജില്ലാ ജഡ്ജി ശ്രീ പി മുരളീധരൻ സർ, വികലാംഗ കമ്മീഷൻ ചെയർമാനായിരുന്ന മുൻ ജില്ലാ ജഡ്ജി ശ്രീ പഞ്ചാബകേശൻ, സ്നേഹവും ബഹുമാനവുമുള്ള സീനിയർ അഭിഭാഷകർ, മറ്റഭിഭാഷക സുഹൃത്തുക്കളെ, ലോകായുക്ത ജീവനക്കാരെ, സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, കേരള ലോകായുക്ത ആക്ട് ആൻഡ് റൂൾസ് എന്ന പുസ്തകം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ പ്രൗഢിയോടും അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടും ഇവിടെ ഇന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുന്നു. കേരള ലോകായുക്ത എന്ന സ്ഥാപനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പിന്തുണയും മാർഗനിർദ്ദേശവുമാണ് ഈ പ്രകാശനത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഉണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഈ സ്ഥാപനത്തിലുള്ള നമ്മളെല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അത്യന്തം അഭിമാനകരവുമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
പുസ്തകം സ്വീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഗൗരവം പകർന്ന കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ ചെയർമാനും മുൻ ഉപലോകായുക്തയുമായ ജസ്റ്റിസ് ജി ശശിധരൻ സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ആദരണീയനായ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ സാറിൻ്റെ ഉത്സാഹത്തിലും നിർദ്ദേശത്തിലുമാണ് ഇവിടെ പ്രകാശനം ചെയ്യ പുസ്തകം രൂപപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ച ആശയമാണ് എല്ലാ അമെൻമെൻറ്റുകളും ഉൾക്കൊള്ളിച്ച് ബൃഹത്തായ ഈ പുസ്തകത്തിൻ്റെ നിർമ്മാണം. ഈ പുസ്തകം അഭിഭാഷകർക്കും പൊതുജനങ്ങൾക്കും വളരെയധികം പ്രയോജനം നൽകുന്നതാണ് എന്ന് മനസ്സിലാവുന്നതാണ്. ബഹുമാനപ്പെട്ട ലോകായുക്തയോടുള്ള സ്നേഹവും നന്ദിയും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെ പേരിലും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുകയും അവതരിപ്പിക്കുകയും ഈ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും ചെയ്ത ആദരണീയനായ ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ സാറിനോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തൻ്റെ സൗമ്യവും ഗംഭീരവുമായ സ്വാഗത പ്രസംഗം കൊണ്ട് ഈ ചടങ്ങിന് ഒരു ഉജ്ജ്വല തുടക്കം നൽകിയ ഉപലോകായുക്ത ജസ്റ്റിസ് വി ശർഷി മാഡത്തിനോടുള്ള ഹൃദയപൂർവമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബഹുമാന്യനായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി.എ. ഷാജിക്കും ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പള്ളിച്ചൽ പ്രമോദിനുമോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം ഇവിടെ ഇങ്ങനെ സാധ്യമാക്കാൻ ബഹുമാന്യനായ ലോകായുക്തയുടെ നിർദ്ദേശാനുസരണം ഉത്സാഹത്തോടെ പ്രവർത്തിച്ച ഡെപ്യൂട്ടി രജിസ്ട്രാർ സക്കറിയ മാത്യു, കോർട്ട് ഓഫീസേഴ്സായ രാജേഷ് രാജൻ, രാജേഷ് ഡി എന്നിവരോടുള്ള കൃതജ്ഞതയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തികൾ, അഭിഭാഷകർ, ലോകായുക്ത ജീവനക്കാർ, സെക്രട്ടേറിയറ്റ് ജീവനക്കാർ, സുഹൃത്തുക്കൾ, പത്രമാധ്യമ പ്രവർത്തകർ എന്നിവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ചരിത്രമുറങ്ങുന്ന ഈ ഹാൾ ഈ പരിപാടിക്കായി നൽകിയ പൊതുഭരണ പ്രോട്ടോകോൾ വകുപ്പ്, പൊതുഭരണ ഹൗസ് കീപ്പിംഗ് വകുപ്പ്, ശബ്ദവും വെളിച്ചവും തടസ്സം കൂടാതെ സാധ്യമാക്കിയ PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിനും PWD ഇലക്ട്രോണിക്സ് വിഭാഗത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും സഹായവും നൽകിയ സെക്രട്ടേറിയറ്റിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും ലോ ഡിപ്പാർട്ട്മെൻറ്റിലെയും സ്റ്റാഫ് അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അഭിഭാഷകരുടെ സഹകരണവും സ്നേഹപരവുമായ പങ്കാളിത്തമാണ് ഈ പരിപാടി ഇന്നിവിടെ ഈ രീതിയിൽ സംഘടിപ്പിക്കുവാൻ സാധ്യമായത്. അവരോടുള്ള പ്രത്യേകമായ സ്നേഹവും ആദരവും കൃതജ്ഞതാപൂർവം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.